അക്ഷരനക്ഷത്രങ്ങൾ തെളിയും വിജ്ഞാനത്തിൻ താളുകളിൽ തൊട്ടുതലോടിയിരിക്കാനുണ്ട് വായനശാലകളിവിടെ, പൊതുവായനശാലകളിവിടെ. അക്ഷരനക്ഷത്രങ്ങൾ തെളിയും വിജ്ഞാനത്തിൻ താളുകളിൽ തൊട്ടുതലോടിയിരിക്കാനുണ്ട് വായനശാലകളിവിടെ, പൊതുവായനശാലകളിവിടെ. ചില്ലലമാരയ്ക്കുള്ളിലിരുന്നവർ മാടി വിളിക്കുന്നുണ്ടേ, നറുഭാവന പകരുമെഴുത്താതണിരുടെ സൃഷ്ടികൾ, പുസ്തകങ്ങൾ, നവസൃഷ്ടികൾ, പുസ്തകങ്ങൾ. ഉള്ളിൽ കയറാം, ഉള്ളറ തേടാം, ഉൾക്കുളിരിൽ നിർവൃതി കൊള്ളാം. വായനയാകും ലഹരി നുണഞ്ഞൻ വാതായനങ്ങൾ തുറക്കാം, പല വാതായനങ്ങൾ തുറക്കാം, പല വാതായനങ്ങൾ തുറക്കാം. ഈ വായനക്കാലത്ത് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു വായനശാല. ഹോ, ഈ അലമാരയ്ക്കുള്ളിലിരുന്ന് ആകെ മുഷിഞ്ഞു. ഒന്ന് തുറന്നു നോക്കാൻ പോലും ആരുമില്ല. ഒരു കാലത്ത് ഞാൻ ഓരോരുത്തരുടെ കയ്യിലിരുന്ന് പുളകം കൊണ്ടിരുന്നു. ഈ കണ്ണാടിക്കോട്ടിൽ നിന്ന് എന്നും പ്രതീക്ഷയോടെ നോക്കും. എന്തു കാര്യം, നജീബിനെ പോലെ എല്ലാവരിൽ നിന്നും എന്നും അകലെ ഒറ്റപ്പെട്ട് കഴിയാനാകും എൻ്റെ യോഗം. ഞാൻ പണ്ട് ഒരു പുസ്തകക്കടയിലായിരുന്നു. ഒരു ദിവസം കടയിൽ വന്ന ഒരപ്പൂപ്പൻ എന്നെ എടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. ബേപ്പു സുൽത്താൻ്റെ ബാല്യകാല സഖിയല്ലേ, ഇനി എൻ്റെ സഖിയായിക്കോട്ടെ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് നീ എങ്ങനെ ഈ വായനശാലയിലെത്തി? അപ്പൂപ്പൻ വായിക്കുക മാത്രമല്ല, കൊച്ചുമക്കൾക്ക് മജീദിൻ്റെയും സുഗറുടെയും കഥ പറഞ്ഞു കൊടുക്കും. ഒന്നും ഒന്നും ഇമ്മിണി ബലിയൊന്ന്. കുട്ടികൾ എന്തൊരു ചിരിയായിരുന്നു. പണ്ടുള്ളവരൊക്കെ അങ്ങനെയായിരുന്നു, വായിക്കുകയും വായിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു വായനാ ദിനത്തിലാണ് അപ്പൂപ്പൻ എന്നെ ഇവിടെ എത്തിച്ചത്. ആദ്യമൊക്കെ ഇവിടെ വരുന്നവരെല്ലാം എന്നെ എടുത്തു വായിക്കുമായിരുന്നു. പിന്നെ ഞാൻ ആ അപ്പൂപ്പനെ കണ്ടിട്ടേയില്ല. 9ാം ക്ലാസ്സിലെ കുട്ടിയാ കഴിഞ്ഞ വർഷം എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നത് അവരുടെ പാഠപുസ്തകത്തിലെ നജീബിൻ്റെ കഥയറിയാൻ. മരുഭൂമിയിലെ ദുരിതങ്ങൾ വായിച്ച് കണ്ണു നിറഞ്ഞവരെ ഉണ്ടാകൂ. അല്ല, ആരോ കുറച്ച് പേർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. നമ്മളെ എടുത്ത് ശരിയാക്കി വെക്കാനാവും. ഇങ്ങനെ നിന്ന് നടുവേദനിക്കുന്നു. അവർ വരുന്നത് നമ്മളെ കാണാനുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ഇത് ജൂൺ മാസമല്ലേ, വായനശാലകൾ രൂപീകരിക്കാൻ ദേശം തോറും സഞ്ചരിച്ച ഒരാളുണ്ട്. അറിയാം, PM പണിക്കർ. അദ്ദേഹത്തിൻ്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ കാര്യത്തിനാണ് അവർ വന്നത്. നമുക്ക് ഈ മുറി വിട്ട് ഇറങ്ങാൻ പറ്റിയ സമയം. വരട്ടെ, നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വായനശാലയിൽ ഒരു അടിയന്തര മീറ്റിംഗ് ചേരുകയാണ്. ജൂൺ 19 വായനാ ദിനമാണ്. ഈ വായനശാലയിലും വിവിധ പരിപാടികൾ നടത്തണം. ഇതാ കണ്ടില്ലേ, ഇത്രയും പുസ്തകങ്ങൾ ഇവിടെ വാങ്ങി വച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും വായിക്കാൻ ആരും ഇവിടെ എത്തുന്നില്ല. പുസ്തകങ്ങൾ വായിക്കപ്പെടണം. അതിനുവേണ്ട പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യണം. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2 വാക്ക് സംസാരിക്കാനായി പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. സെക്രട്ടറി പറഞ്ഞത് വാസ്തവം. നമുക്ക് മുമ്പ് സഞ്ചരിച്ച പല ആളുകളുടെയും ശ്രമഫലമായാണ് ഇങ്ങനെയൊരു വായനശാല ഇവിടെ ഉണ്ടായത്. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ ഇവിടെ വന്നിരുന്നാണ് വായിച്ചിരുന്നത്.
കഴിഞ്ഞ കുറേ മാസങ്ങളായി ആരും തന്നെ ഇവിടെ വായിക്കാനായി വരുന്നില്ല. ഈ സ്ഥിതി മാറാൻ നമ്മൾ പുതിയ തന്ത്രങ്ങൾ ഇറക്കേണ്ടി വരും. നിങ്ങളിൽ നിന്ന് ഞാൻ വിലയേറിയ അഭിപ്രായങ്ങൾ ക്ഷണിക്കുന്നു. എന്താണ് വേണുവിൻ്റെ അഭിപ്രായം? നാട്ടുകാരിടപെട്ടാൽ ഏതു കാര്യവും വിജയപ്രദമായിരിക്കും. കുട്ടികൾക്ക് വായനശാലയിൽ മെമ്പർഷിപ്പ് നൽകി പുസ്തകങ്ങൾ വിതരണം ചെയ്യണം. അവർക്കായി മത്സരം നടത്തണം, സമ്മാനം കൊടുക്കണം. തൊട്ടടുത്തുള്ള സ്കൂളിലെ HMനെ അറിയിച്ചാൽ കാര്യം എളുപ്പമാവും. അതു നല്ല കാര്യം. നമ്മുടെ വീട്ടിലെ മുതിർന്നവരും കുട്ടികളും മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, അല്ലേ അഹമ്മദേ? മദ്രസയിൽ ഞാനും അറിയിക്കാം. സെറ്റ്. ആദിത്യന് മറ്റെന്തെങ്കിലും ആശയമുണ്ടോ? വേണുവേട്ടൻ പറഞ്ഞത് ഒരു നല്ല കാര്യം തന്നെ. ഇപ്പോൾ എല്ലാം മൊബൈലിലല്ലേ. നമുക്ക് പുസ്തകങ്ങൾ വായിച്ച് അതിൻ്റെ ആസ്വാദനം വായനാശാല യൂട്യൂബ് തയ്യാറാക്കി പോഡ്കാസ്റ്റ് ചെയ്താലോ? അതിനായി ഓരോരുത്തർക്കും അവസരം നൽകുകയും ചെയ്യാം. അത് നല്ല ഐഡിയ തന്നെ. എന്നാൽ വായിക്കാൻ മെനക്കെടാത്തവർക്ക് കേട്ട് മനസ്സിലാക്കാലോ. സാഹിത്യം. ഏതായാലും നല്ല നിർദ്ദേശങ്ങളാണ് വന്നത്. വായനാവാരം ഉദ്ഘാടനം ചെയ്യാനായി മികച്ച വായനക്കാരനായ ഗോപകുമാർ മാഷാണ് വരുന്നത്. പരിപാടി ഉഷാറാക്കാൻ എല്ലാവരും ഉണ്ടാകണം. ഇപ്പോഴൊന്ന് ആശ്വാസമായത്. എൻ്റെ തകഴിയെ എല്ലാവരും മറന്നു പോയിട്ടുണ്ടാകുമോ? ഏയ്, അതൊന്നുമല്ല. പുതിയ തലമുറയ്ക്ക് അത്ര പരിചയം കാണില്ലെന്നേ ഉള്ളൂ. അവർക്ക് റാമിനെയും ആനന്ദിയെയും ഇഷ്ടപ്പെടും. പുതുതലമുറയുടെ ഇഷ്ടങ്ങൾ നമുക്കെങ്ങനെ അറിയാനാ? അവർ വരട്ടെ, വായിക്കട്ടെ, അല്ലേ? ഞങ്ങൾ നിങ്ങളെ ഭാവനയുടെ ലോകത്തേക്ക് കൊണ്ടുപോകാം. ഞങ്ങൾ നിങ്ങളെ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കാം. ഞങ്ങൾ നിങ്ങളെ ജീവിത മൂല്യങ്ങൾ പഠിപ്പിക്കാം. ഞങ്ങൾ നിങ്ങളുടെ ചങ്ങാതിമാരാണ്. പുതിയ കാലത്തിന്റെ രാസലഹരിയല്ല, വായനയാകട്ടെ നിങ്ങളുടെ